ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. ബോഡി ഷെയ്മിങ് എന്ന് വെച്ചാൽ അത് ഏൽക്കേണ്ടി വരുന്ന വ്യക്തിക്ക് വളരെ വേദനാജനകമായിരിക്കും. കാര്യം നിറത്തിൻ്റെ പേരിലോ വണ്ണത്തിൻ്റെ പേരിലോ ഒക്കെ നമ്മൾ മറ്റുള്ളവരെ ഹരാസ് ചെയ്യുമ്പോൾ അത് ഏൽക്കേണ്ടി വരുന്ന വ്യക്തിക്കുണ്ടാവുന്ന വേദനയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവിലുള്ള ആൾക്കാരാണ്, അല്ലാതെ ഞാൻ പറയുന്ന എൻ്റെ ഫ്രണ്ട്സോ സബ്സ്ക്രൈബേഴ്സോ വ്യൂവേഴ്സിനോ അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എനിക്കായാലും നല്ല വണ്ണമുണ്ട്. അപ്പോൾ ഞാനും കേട്ടിട്ടുണ്ട് എനിക്ക് വണ്ണം കൂടുതലാണ്, വണ്ണം കുറയുന്നില്ല, അങ്ങനെ പല കംപ്ലയിൻറ്റ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നോടൊപ്പം തന്നെയും. അപ്പോൾ ചില ആൾക്കാർക്ക് വണ്ണം കൂടുതലുണ്ടായിരിക്കും അല്ലയോ, അവരുടെ ബോഡി ഷേപ്പ് അങ്ങനെ ആയിരിക്കും. നമ്മളിപ്പം മാഗസീൻസിലോ അല്ലെങ്കിൽ ഫിലിം ആക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെയോ സീരിയൽ ആക്ടേഴ്സിനെയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് അവരെ പോലെ തന്നെ ആകണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാവും അല്ലയോ. അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിക്ക് അവരെ പോലെ ഒരു വ്യക്തിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാലും അതും വളരെ ബുദ്ധിമുട്ടാവും അല്ലയോ. കാര്യം ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതമാണ്. നമ്മളെ സൃഷ്ടിച്ച വ്യക്തികൾക്ക് ഓരോ തരത്തിലുള്ള ശരീരപ്രകൃതമാണ് ഉള്ളത് അല്ലയോ. നമ്മുടെ ആൻസസ്റ്റേഴ്സിനെ പോലെ ആയിരിക്കും നമ്മളല്ലേ, അച്ഛനെ കണക്കോ അമ്മയെ കണക്കോ ഗ്രാൻഡ് പേരൻസിനെ കണക്കോ അതിനു മുൻപത്തെ ആൾക്കാരെ കണക്കോ ഒക്കെ ആകാം ഞങ്ങളല്ലേ. എത്രയും ജനറേഷനുകൾക്ക് മുമ്പുള്ളവരെ പോലെയും ആകാം. അപ്പോൾ നമ്മുടെ സൈസ് എന്ന് പറയുന്നത് ചിലർക്ക് പെട്ടെന്ന് വണ്ണം കുറയും, ചിലർക്ക് പെട്ടെന്ന് വണ്ണം കുറയില്ല, ചിലർക്ക് പെട്ടെന്ന് വണ്ണം വയ്ക്കും, ചിലർക്ക് സാവധാനം മാത്രമേ വണ്ണം വയ്ക്കാറുള്ളൂ. അപ്പോൾ പലതരത്തിലാണ് പലർക്കും വണ്ണം ഉണ്ടാകുന്നതും കുറയുന്നതും കൂടുന്നതും അല്ലയോ. എല്ലാവരും ഒരുപോലെയല്ല. ഇപ്പോൾ രാവിലെ 3 ഇഡ്ഡലി കഴിക്കുന്ന ആളും അല്ലെങ്കിൽ ഒരു 5 ഇഡ്ഡലി കഴിക്കുന്ന ആളും സെയിം സൈസ് ആകണമെന്നില്ല. സംടൈംസ് ആ 5 ഇഡ്ഡലി കഴിക്കുന്ന വ്യക്തി വളരെ ചെറുതും 3 കഴിക്കുന്ന വ്യക്തി വളരെ വലുതുമായിരിക്കും. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതം അനുസരിച്ചായിരിക്കും അല്ലയോ. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ കംപ്ലയിൻറ്റ്സ് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകാറുണ്ട്. കാര്യം അധികം കഴിക്കാറില്ല, പക്ഷെ വണ്ണമുണ്ട്. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ശരീരപ്രകൃതം നമുക്ക് മറ്റുള്ളവരെ കണ്ടിട്ട് നമുക്ക് അതുപോലും ആകണം എന്ന് വിചാരിച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടാവണം. പിന്നെ ചില ആൾക്കാർക്ക് ഈ പറയുന്നത് പോലെ വിചാരിച്ചാൽ വണ്ണം കുറയാനും കുറയാതിരിക്കാനും സാധ്യതയുണ്ട്. ഒരു വ്യക്തി വണ്ണം കൂടുതൽ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വണ്ണം കുറവായത് കൊണ്ടോ ആ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം വ്യത്യസ്തമാകുന്നില്ല. അവർ ആ വ്യക്തി തന്നെ ആയിരിക്കും അല്ലയോ. അവരുടെ സ്നേഹവും അവരുടെ സമീപനവും അവരുടെ സംസാരവും അവരുടെ ശൈലിയും എല്ലാം തന്നെ സെയിം തന്നെ ആയിരിക്കും. പക്ഷെ അത് കണ്ടാണോ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിലാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവായിരിക്കാം, ഫ്രണ്ടായിരിക്കാം, നെയ്ബറായിരിക്കാം, ആര് തന്നെയാണെങ്കിൽ നമ്മൾ അവരുടെ ബോഡി ഇമേജ് നോക്കിയാണോ അവരോടൊപ്പം ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത്, അതോ അവരുടെ നിറത്തിൻ്റെ പേരിലാണോ? ചില ആൾക്കാർക്കൊക്കെ ഒരു ധാരണയുണ്ട് കേട്ടോ, നിറം കൂടുതൽ ഉള്ളവർ നല്ലവരും കറുത്തിരിക്കുക അല്ലെങ്കിൽ അവർക്ക് സ്റ്റാൻഡേർഡ് കുറവ് എന്നുള്ള ഒരു തോന്നലുള്ള ഒരുപാട് വ്യക്തികളെ തന്നെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിറത്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ഇന്ത്യൻ സ്കിൻ എന്ന് പറയുന്ന ഒരു ബ്രൗണിഷ് സ്കിന്നാണ്. നമ്മൾ വെളുത്ത ആൾക്കാർ അല്ലെങ്കിൽ യൂറോപ്യൻസിനൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ നല്ല കറുത്ത ആൾക്കാരാണ്. നമ്മുടെ ഇടയിൽ ഈ വെളുപ്പെന്നുള്ള പ്രചരണം കൂടുതൽ വന്നത് കോസ്മെറ്റിക് കമ്പനീസ് എല്ലാം വന്നതിന് ശേഷമാണ് കൂടുതൽ ഇഷ്ടം തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, നമുക്കില്ലാത്ത ഒന്നിനോട് നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകും അല്ലയോ. നിറമായാലും നമ്മൾ കുറച്ച് നിറം കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് നിറത്തിനോട് നമുക്ക് താല്പര്യം ഉണ്ടാകും. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ടല്ലോ നിറം കുറഞ്ഞ ആൾക്കാർക്കാണ് കൂടുതൽ ഡിമാൻഡ്. അത് അവർ ചോദിക്കാറുണ്ട്, നമ്മുടെ കളർ നമ്മളെങ്ങനെയാണ് കിട്ടുന്നത്, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. കാരണം അവർക്ക് ഗോൾഡൻ സ്കിന്നാണ് ഇഷ്ടം, നമ്മുടെ പോലത്തെ നിറമാണ് അവർക്ക് ഇഷ്ടം. കറുപ്പിലും വെളുപ്പിലും ഒന്നും ഒരു വ്യത്യാസവുമില്ല. ഓരോ രാജ്യത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ജീൻസ് അനുസരിച്ചും നമ്മുടെ ആൻസിസ്റ്റേഴ്സിനനുസരിച്ചുള്ള നിറവും സൗന്ദര്യവും വലുപ്പവും എല്ലാം നമുക്കുണ്ടായിരിക്കും അല്ലയോ. അതിൽ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല.
വണ്ണത്തിൻ്റെ കാര്യത്തിലായാലും അത് കണക്ക്. എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം ഞാൻ ഡയറ്റ് ചെയ്യാൻ വലിയ പാടുപെട്ടായിരിക്കും എനിക്ക് 1 കിലോയോ 2 കിലോയോ കുറയുക. ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കുറച്ചാൽ തന്നെ അവർക്ക് വണ്ണം കുറയുന്നതാണ്. ഓരോരുത്തരുടെയും ശരീരപ്രകൃതമാണ് അല്ലേ. അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണോ ആ വ്യക്തിയെ നമ്മളുടെ ആ സ്വഭാവത്തെ സ്വീകരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്, അല്ലയോ. നമ്മൾ തെറ്റ് ചെയ്താൽ അത് ശരിയല്ല, അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണുകയും കാണിക്കുകയും നമ്മളൊരു ദുഃഖത്തിലാകുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഫ്രണ്ട്. അല്ലാതെ വെറുതെ ക്രിട്ടിസൈസ് ചെയ്ത് നമുക്ക് മനോവേദന ഉണ്ടാക്കുന്നവരല്ല നമ്മുടെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ. നമ്മുടെ ഫ്രണ്ട്സുകളെന്ന് വെച്ചാൽ നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മളോടൊപ്പം കൂട്ടുകൂടുന്നവരാണ് നമ്മുടെ ഫ്രണ്ട്സ്. നമ്മളൊന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് അപ്സെറ്റ് ആയിക്കഴിഞ്ഞാൽ അത് അന്വേഷിക്കണം. നമ്മൾ പറയാതെ തന്നെ ചോദിക്കണം, എന്താ നിനക്ക് പറ്റിയത്, നീ ഓക്കെ ആണോ, നീ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്. ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ട്. അത് കടന്നു പോകുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്നവർ ആണ് നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് and see you soon with another vlog. Till then, bye for now. Bye.